അധികാരത്തിലേറുന്ന ആവേശത്തോടെയും സന്തോഷത്തോടെയും പദവികളിലേക്ക് കയറുന്നവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ രൂപത്തിലും നിങ്ങളുടെ പോസ്റ്ററുകളിലും നിങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകളിലും നിങ്ങളെക്കുറിച്ച് എഴുതുന്ന സ്തുതിഗീതങ്ങളിലേക്കുമല്ല. നിങ്ങൾ ജയിച്ചപ്പോൾ തോറ്റു വീണ, മുറിവേറ്റ് വീണ, ചെറുതും വലുതുമായ ചെറുവൃക്ഷങ്ങൾ പോലെ മുതൽ മഹാവൃക്ഷങ്ങൾ പോലെയുള്ള ആളുകളുടെ ചിത്രങ്ങളിലേക്കും അവരുടെ അനുഭവങ്ങളിലേക്കും അവർക്ക് സംഭവിച്ചതിനെക്കുറിച്ചുമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും ഓർക്കേണ്ടതും. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മദ്യപിച്ചാൽ ആ മദ്യത്തിൻ്റെ ലഹരി നിൽക്കുന്നതിന് ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ അതിൻ്റെ കെട്ടിറങ്ങും. മയക്കുമരുന്ന് കഴിച്ചാലും ഉണ്ട്, പുക വലിച്ചാലും ഉണ്ട്, ഏത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാലും ഉണ്ട്. പക്ഷേ അധികാരത്തിൻ്റെ ലഹരിയുടെ കെട്ടിറങ്ങാൻ അഗാധമായ വീഴ്ച വേണ്ടിവരും. ആ വീഴ്ച നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം, അധികാരത്തിലേറുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരുങ്ങുന്ന മുറിയിലോ നിങ്ങളുടെ ഓഫീസിലോ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു വാചകമാണ്, ഞാൻ അഹങ്കാരിയല്ല, ഞാൻ അധികാരത്തിൻ്റെ ലഹരിയിൽ മുങ്ങിയിട്ടില്ല. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങൾ MLAയും മന്ത്രിയുമൊക്കെ ആയാൽ, ഈ MLAയും മന്ത്രിയുമൊക്കെ ആകുന്നു എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരബോധത്തിനപ്പുറത്ത് ഞാനിപ്പോഴും ഇനി വരുന്ന 5 വർഷവും ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിച്ചാൽ, നിങ്ങൾ അടുത്ത തവണ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ എതിരാളികൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കും. അത് സിമ്പിളാണ്. ഞാൻ മന്ത്രിയാണ്, MLA ആണ്, എനിക്ക് ഇത്ര 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി, ഞാൻ തോൽപ്പിച്ചത് ഇന്നാരെയാണ്, ഞാൻ അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ശ്വാസം പിടിക്കണം, അതുകൊണ്ട് ഞാൻ വലിയ കനകേമനാകണം, എൻ്റെ പതിവ് ശൈലിയൊക്കെ മാറ്റി എന്നൊക്കെ ഒരു ശബ്ദം ഉണ്ടാക്കി പറയണം എന്നൊക്കെ വിചാരിച്ചാൽ നിങ്ങളെ ജയിപ്പിച്ച അതേ ജനം, അതിനേക്കാൾ ഉപരി നിങ്ങളുടെ എതിരാളിയെ തോൽപ്പിച്ച അതേ ജനം നിങ്ങളെയും നോക്കിയിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ MLAയും മന്ത്രിയുമല്ല ആകേണ്ടത്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ സ്ഥാനാർത്ഥിയും സേവകനുമായി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് ഈ മേഖലയിൽ പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിതിൽ തുടരണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഘോഷിക്കപ്പെട്ട ആളുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? അവർക്ക് ചുറ്റും വല്ലവരും ഉണ്ടോ? അവർക്ക് ചുറ്റും ആരെങ്കിലും സേവകരായുണ്ടോ? അവർക്ക് സ്തുതികീർത്തനങ്ങളുണ്ടോ? അവർക്ക് വലിയ വലിയ പബ്ലിക് ഫംഗ്ഷനിലേക്ക് പോകാൻ ഇനി എത്ര സമയമെടുക്കും, എത്ര നാളെടുക്കും? ആ ഒരു വേദന, ആ ഒരു തോൽവിയുടെ ആഘാതം. കാരണം അവരോട് അധികാരത്തിലുള്ളപ്പോൾ എല്ലാവരും കണക്ക് കൂട്ടി പറഞ്ഞു കൊടുത്തതെല്ലാം വിജയത്തിൻ്റെ കഥകൾ മാത്രമാണ്. ഇത്ര 1000 വോട്ടിന് ജയിക്കും, അവസാനം കൂട്ടിയിട്ട് പറയും 50,000 വോട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 17,000 വോട്ടിന് നമ്മൾ ജയിക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചാണ് ഈ തോളിലേറ്റിക്കൊണ്ട് കിടക്കുന്നത്. അവർ പല അനീതികളും പലരോടും ചെയ്യാൻ പലർക്ക് വേണ്ടിയും വഴങ്ങിക്കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും ഈ വഴങ്ങിക്കൊടുക്കുന്നവർ മതിയാവും എന്നെ രക്ഷപ്പെടുത്താൻ. മതിയാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ജയിച്ചവരോട് പറയാനുള്ളത്, നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ന് നിങ്ങൾ ജയിച്ച രാഷ്ട്രീയ സാഹചര്യമേ ആയിരിക്കത്തില്ല, ചിലപ്പോൾ തിരിച്ചൊരു കാറ്റായിരിക്കും. ആ കൊടുങ്കാറ്റിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ എല്ലാ ദിവസവും സ്ഥാനാർത്ഥിയാണ്, സേവകനാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അസിസ്റ്റൻറ്റുമാർ, നിങ്ങളുടെ PAമാർ, നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്, മന്ത്രിമാരാണെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ്, ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ഉപകാരങ്ങൾക്കുള്ള കൊച്ചു സാമ്പത്തിക സഹായങ്ങൾ അവർ മാനേജ് ചെയ്ത് തരുമ്പോൾ നിങ്ങളതിൽ ഒരു പരാതിയുമില്ലാതെ സന്തോഷിച്ചാൽ, അവൻ മിടുക്കനാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയാൽ, അവൻ നിങ്ങൾക്ക് തരുന്നത് മാത്രമല്ല, അവൻ 10 ലക്ഷം രൂപ മൊബിലൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ചിലവാക്കുന്നത്. നിങ്ങളതിൽ വഴങ്ങിയെന്ന് കണ്ടാൽ പിന്നെ ഈ 9നോട് നിങ്ങൾക്കൊന്നും എതിർക്കാനൊക്കില്ല, നിങ്ങൾക്ക് സംസാരിക്കാനൊക്കില്ല. ഇത് പുറത്തു വരുമ്പോൾ വീഴുന്നതാരാ? പേഴ്സണൽ സ്റ്റാഫല്ല, പുറത്തു വരുമ്പോൾ വീഴുന്നത് മന്ത്രിയാണ്. സ്ഥലം മാറ്റങ്ങൾക്കൊരു നോംസ്, പർച്ചേസുകൾക്കൊരു നോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഏർപ്പാടുകളിൽ കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് സുതാര്യമായി മുന്നോട്ട് പോകാൻ കഴിയും. അതല്ല നിങ്ങൾ ആവേശം കൊണ്ട്, ഞാനിപ്പോൾ ഓർത്തു പോകുന്നത് എന്താണെന്നറിയോ, കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തെ കടകളിലൊക്കെ നിറഞ്ഞു നിന്ന പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. ഫോൺ ചെയ്താൽ ഒരിക്കൽ പോലും എടുക്കാത്ത PSമാരുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ടവരോടല്ലാതെ മാന്യമായി സംസാരിക്കാത്ത PSമാരുണ്ട്. ഇനിയിപ്പോൾ
അവരാരും അവിടെ ഉണ്ടാവില്ല. അതൊക്കെ ശൂന്യമായി. അവരെക്കുറിച്ച് ആരോടെങ്കിലും ചായക്കടയിൽ ഇല്ല സാറിൻ്റെ കൂടെയുള്ള ഇല്ല സാറെന്ന് ചോദിച്ചാൽ മാന്യമായി അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ചായക്കടക്കാരൻ പറയും ആ സാർ ഇന്ന സ്ഥലത്തുണ്ടെന്ന്. വലിയ നീളം ജുബ്ബയുമൊക്കെ ഇട്ട് ഞാൻ ഇന്നാരുടെ ഇന്നാരാണെന്നും പറഞ്ഞ് ശ്വാസം പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നവനാണെങ്കിൽ അവർ മറുപടി പറയുന്നത് എങ്ങനെയായിരിക്കും എന്നറിയാമോ? ആ പട്ടിയെ ഇപ്പോൾ കാണുന്നില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് മാന്യമായി മുന്നോട്ട് പോവുക. പാർട്ടിയോടും മുന്നണികളോടും പറയുകയാണ്, പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കുന്നവർക്ക് കൃത്യമായി ഒരു ദിവസത്തെ ഓറിയൻറ്റേഷൻ, അവരെന്ത് ചെയ്യണമെന്നുള്ളതിനും എന്ത് ചെയ്തുകൂടാ എന്നുള്ളതിനും കൃത്യമായ ഓറിയൻറ്റേഷൻ നൽകുക. അല്ലാതെ അതിനപ്പുറത്ത് ഈ പറയുന്നത് പോലെ നിങ്ങളൊന്നും അറിയില്ല, അധികാരത്തിൻ്റെ കസേരയിലിരിക്കുമ്പോൾ നിങ്ങളോട് ആരോടും പറയാൻ ബാക്കി സ്റ്റാഫ് ധൈര്യപ്പെടില്ല. നിങ്ങളുടെ ഓഫീസിൽ 25 പേരുണ്ടെങ്കിൽ 2 പേരായിരിക്കും ഈ കുഴപ്പത്തിൻ്റെ ഉത്തരവാദികൾ. അവർ ചിലപ്പോൾ ബാക്കിയുള്ളവരോട് ധരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തമാണ് അയാളെന്നായിരിക്കും. അപ്പോൾ ബാക്കി ആരും ഇത് പറയാൻ ധൈര്യപ്പെടില്ല. ഇനി പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കണ്ട, അത് അസൂയയും കുശുമ്പും കൊണ്ട് മലയാളികൾ ഒത്തിരി പറയും. പക്ഷേ നിങ്ങൾ നല്ല സ്ക്രീനിൽ ആ ആളിനെ സംബന്ധിച്ചുള്ളൊരു ബോധ്യം, നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു ബോധ്യത്തോളം ശ്രദ്ധിച്ചുകൊള്ളണം. ചുരുക്കി പറഞ്ഞാൽ, അധികാരത്തിൻ്റെ ലഹരിയിൽ മയങ്ങിപ്പോയാൽ 5 വർഷം കഴിഞ്ഞ് നിങ്ങളെ ജയിപ്പിച്ച അതേ ജനം നിങ്ങളെ നിലമ്പാടെടുത്ത് താഴെ അടിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഓർമ്മ തെളിയുക. അങ്ങനെ അടിച്ചിരിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം നിങ്ങളുടെ എതിരാളിക്കും കിട്ടുന്നതാണ് കേരളം എന്നുകൂടി മറക്കാതിരിക്കുക.